ഗ്രീൻ വേംസിന്റെ കൊച്ചിയിലുള്ള യൂണിറ്റിലാണോ നമ്മളിപ്പോൾ ഉള്ളത്. ഗ്രീൻ വേംസിന് ഓൾറെഡി കാസർഗോഡും മലപ്പുറത്തും കോഴിക്കോടൊക്കെ യൂണിറ്റുകളുണ്ട്. അപ്പോൾ നമ്മളിന്ന് കൊച്ചിയിലെ യൂണിറ്റിലാണത്. എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്, ഗ്രീൻ വേംസിന്റെ വൺ ഓഫ് ദ ഫൗണ്ടർ ആയിട്ടുള്ള ജംഷി. ഹലോ. ഓക്കെ. അപ്പോൾ ഗ്രീൻ വേംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ്, അതും വേസ്റ്റ് മാനേജ്മെന്റിലൂടെ എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയതായും തന്നെ? ഗ്രീൻ വേംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള ജാബിർ കാരാട്ടായിരുന്നു. അപ്പോൾ ജാബിർ അവൻ്റെ PG പഠനത്തിന് ശേഷം ബോംബെയിൽ സ്ലംസിൽ അവിടുത്തെ സ്കൂളുകളെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അന്ന് അവൻ ഡിസൈഡ് ചെയ്താണ് ഡെവലപ്മെൻറ്റ് സെക്ടറിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വന്നപ്പം ഇവിടെ ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് നിന്നിരുന്ന ഒരു കാര്യത്തിനെ ഏറ്റെടുക്കുക എന്നുള്ള രീതിയിലാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചൂസ് ചെയ്തത്. കാരണം അന്ന് വേസ്റ്റിന് കൃത്യമായി പ്രോസസ്സ് ചെയ്യാനുള്ള ഒരുപാട് പരിമിതികൾ നമ്മളെ സംസ്ഥാനത്തിനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അതിനെ നമ്മളുടേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ഗ്രീൻ വേംസ് എന്നുള്ള ഈ ഒരു സ്ഥാപനത്തിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പഠിച്ചു? അതായത് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു പ്രോസസ്സ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സ്റ്റഡി ചെയ്തിട്ടാണ്? ആദ്യത്തിൽ വെല്ലൂർ ശ്രീനിവാസന്റെ കീഴിൽ ഒരു കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് മാസങ്ങൾ അവിടെ പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം അതിൽ നിന്നാണ് ബേസിക്സ് ആൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു നോളജ് വെച്ചിട്ട് പിന്നെ നമ്മൾ ബാക്കി കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തതാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴിക്കോടാണല്ലേ? അതെ, നമ്മൾ പൂനൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗണിലാണ് നമ്മൾ ഇനീഷ്യലി തുടങ്ങിയത്. അപ്പോൾ പൂനൂർ അവിടെ തന്നെ നമ്മളൊരു ചെറിയ സ്ഥലം എടുക്കുകയും അവിടെ ഒരു ഷെഡ് കെട്ടുകയും ആ ഷെഡിൽ നമ്മൾ വേസ്റ്റ് സോർട്ട് ചെയ്ത് ആ സോർട്ട് ചെയ്ത വേസ്റ്റിനെ നമ്മൾ പിന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത്, റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള രീതിയിലേക്ക് ഇത് പല ഐറ്റംസായി തരംതിരിച്ച് കയറ്റി വിടുന്നത് ഒരു സ്ഥാപനമായിട്ടാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. അപ്പോൾ അന്ന് ആ ഒരു സിറ്റിയിലെ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ടൗണിലെ വേസ്റ്റിൻ്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ടുള്ളൊരു സ്ഥാപനമാണ്. നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ, ഒരുപാട് ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇതുപോലുള്ള സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു ഗ്രീൻ വേംസിലേക്ക്? ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എയ്സിന്റെ വെഹിക്കിൾ, പിന്നെ ഒരു ഷെഡിൽ ചെയ്യാനുള്ള ബേസിക് അമ്യൂണിറ്റീസ് സെറ്റ് ചെയ്യാനും, പിന്നെ നമ്മൾ ആദ്യത്തിൽ ഓടി ഇട്ടാനുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റലും. അപ്പം ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു 20 ലക്ഷം രൂപയാണ് നമുക്ക് പ്രാഥമികമായിട്ടുള്ള ക്യാപിറ്റലായിട്ട് നമുക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം 2014 ലാസ്റ്റിലാണ്, നവംബറിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പം അന്ന് 20 ലക്ഷം രൂപ മൂലധനം വെച്ചിട്ട് ഒരു വില്ലേജിലെ പൂനൂർ എന്നുള്ള ഒരു ടൗൺ എന്ന് പറയാം, പൂനൂർ ടൗണിൽ വേസ്റ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ, എവിടെയാണ് കളക്ട് ചെയ്യുന്നതൊക്കെ? എവിടെയാണ്? നമ്മൾ കേരളത്തിലെ ഏകദേശം 120ഓളം ലോക്കൽ ബോഡികളായിട്ട് നമ്മൾ എഗ്രിമെന്റ് ഉണ്ട്. അപ്പം നമ്മൾ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടിങ് ഏജൻസി പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഹരിത കർമ്മസേന കളക്ട് ചെയ്യുന്ന വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്ന വേസ്റ്റിനെ അവരെ ഒരു പോയിന്റിൽ നമുക്ക് തരുന്നു. പിന്നെ അവിടെ നിന്ന് ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ ആ ഹരിത കർമ്മസേന കളക്ട് ചെയ്ത വേസ്റ്റിനെ നമ്മൾ നമ്മളുടെ ഫെസിലിറ്റികളിലേക്ക്, നമ്മളുടെ വാഹനങ്ങളിൽ നമ്മൾ എത്തിച്ചതിന് ശേഷം നമ്മൾ ഈ ഫെസിലിറ്റിയിലാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് നടക്കുന്നത്. ഈ വേസ്റ്റ് ആണ് ഇവിടെ എത്തുന്നത്. നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും വീടുകളിലെ വേസ്റ്റ് ഹരിത കർമ്മസേന എടുക്കുന്നു, അവരുടെ അടുത്തുനിന്ന് ആ വേസ്റ്റ് നമ്മൾ ഏറ്റെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫെസിലിറ്റിയിൽ വരുന്നത് വേസ്റ്റാണ്. ആ വേസ്റ്റിനെ നമ്മൾ പല ഗ്രേഡുകളായി തരംതിരിച്ചതിന് ശേഷം നിങ്ങളിവിടെ കാണുന്നത് പോലെ ഓരോ ഐറ്റംസ് ആക്കിയിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ തൊഴിലാളികൾ അത് തരംതിരിച്ചതിന് ശേഷം ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത് മറ്റൊരു ഇൻഡസ്ട്രിക്ക് വേണ്ട റിസോഴ്സാണ്. അപ്പോൾ നമ്മളത് അവർക്ക് സെല് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ വേസ്റ്റിനെ നമ്മളൊരു റിസോഴ്സാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന എന്നുള്ളതാണ് ഈ ഒരു ഫെസിലിറ്റിയുടെ ഒരു ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ വേംസ് ചെയ്യുന്നതും നമ്മുടെ നാട്ടിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുള്ള വേസ്റ്റ് ഞങ്ങൾ ഏറ്റെടുത്ത് അതിനെ ഒരു റിസോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. കറന്റ് നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് ഓപ്പറേഷൻസ് ഉണ്ട്, പല പല ലോക്കൽ ബോഡീസിലായിട്ട്. അതുകൂടാതെ നമുക്ക് ആൻഡമാൻ, ലക്ഷദ്വീപ്, പിന്നെ അതുപോലെ ചെന്നൈയിലും നമുക്ക് ഓപ്പറേഷൻസ് ഉണ്ട്. അല്ല, ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഈ ഹരിത കർമ്മസേനയൊക്കെ വന്നിട്ട് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഡയറക്റ്റ് ഇവിടേക്കാണോ വരുന്നത്? അങ്ങനെയാണോ? അതെ, എല്ലാ ഹരിത കർമ്മസേനയല്ല. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഈ 120 കേരളത്തിൽ 1000-ൽ പരം ലോക്കൽ ബോഡീസ് ഉണ്ട്. അതിൽ 120 ലോക്കൽ ബോഡി ആയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് അവിടുത്തെ ഹരിത കർമ്മസേന കളക്ട് ചെയ്യുന്ന വേസ്റ്റ് നമ്മളുടെ ഫെസിലിറ്റിയിലേക്ക് വരും. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴേ ഇവിടെ ഒരുപാട് വേസ്റ്റുകളുണ്ട്. അതായത് പാലിന്റെ കവറുണ്ട്, ബോട്ടിൽസ് ഉണ്ട്, പേപ്പേഴ്സ് ഉണ്ട്, അതുപോലെ ഡ്രസ് ഉണ്ട്. എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ടാണ്. എങ്ങനെ അതിന്റെ ഒരു നമ്മൾക്ക് ഇവിടെ വരുന്ന വേസ്റ്റ്, ഒരു വീട്ടിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വേസ്റ്റ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ
അത് പല കാറ്റഗറി ആയിട്ട് നമ്മൾ തരംതിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പാലിൻ്റെ കവർ ഒരു കാറ്റഗറി ആക്കിയിട്ട് പാലിൻ്റെ കവർ മാത്രം ഒരു ബണ്ടിലാക്കി വെക്കുന്നു. അതിന് ഇപ്പം അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ പെറ്റ് ബോട്ടിൽ, നമ്മൾ വെള്ളം കുടിക്കുന്ന ബോട്ടിൽ, പെപ്സിയുടെ ക്യാന്, ഇപ്പോൾ പെപ്സിയുടെ ക്യാന്, 7-Upൻ്റെ ക്യാന് സെപ്പറേറ്റ് വെക്കുന്നു, വാട്ടർ ബോട്ടിലിൻ്റെ ക്യാൻ സെപ്പറേറ്റ് വെക്കുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ഐറ്റംസും നമ്മൾ പല പല കാറ്റഗറി ആക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഇത് റീസൈക്കിൾ ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണോ അവർക്ക് ആവശ്യം അതനുസരിച്ചാണ് നമ്മളിവിടെ സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് എടുക്കുന്ന കമ്പനിയുടെ റിക്വയർമെന്റ് അനുസരിച്ച് അവർക്ക് വേണ്ട ഇൻപുട്സ് നമ്മൾ ഇവിടുന്ന് തയ്യാറാക്കി കൊടുക്കുന്നു. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കുറെ ആൾക്കാർക്കൊക്കെ സംശയം ഉണ്ടായിരിക്കും, ഈ പ്ലാസ്റ്റിക് കവറൊക്കെ എടുത്തിട്ട് എന്താ ഇതുകൊണ്ട് ഒരു വരുമാനം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ജസ്റ്റ് നമ്മൾ യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന പോലെയാണ് പ്ലാസ്റ്റിക് ആയാലും പേപ്പർ ആയാലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു വരുമാനം അങ്ങനെ? ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും 2014-15 ഇയറിൽ നമുക്കൊരു 1.5 ലക്ഷം രൂപയായിരുന്നു നമ്മളുടെ ടേൺ ഓവർ. ഇപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 45 കോടി രൂപയുടെ ടേൺ ഓവറിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചു. അപ്പോൾ ഇതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് നമ്മൾ പഞ്ചായത്തുകളിൽ നിന്നും തരുന്ന ഒരു യൂസർ ഫീ, അതല്ലെങ്കിൽ ഒരു ടിപ്പിംഗ് ഫീ എന്നുള്ളൊരു എമൗണ്ട് നമ്മളുടെ ഒരു റവന്യൂ ആണ്. അതുകൂടാതെ നമ്മൾ ഈ ഓരോ ഐറ്റംസും റിസോഴ്സ് ആയിട്ട് ഒരു ഇൻഡസ്ട്രിയിലേക്ക് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഒരു വരുമാനം കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഇത് ഒരു ബിസിനസ്സായിട്ട് മാറുന്നത്. ഇപ്പൊ എന്റെ പുറകിൽ കുറെ വേസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വേസ്റ്റ് നമ്മൾ ബൾക്കായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാ ടൈമിലും ഇത് നമുക്ക് ഒരേ സമയം എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പൊ എന്താ ചെയ്യുക ഈ വേസ്റ്റ് ഒക്കെ? അതായത് നമുക്കിപ്പോ ചില ഐറ്റംസ് ചില സമയത്ത് ആവശ്യം ഉണ്ടാവും, ചില സമയത്ത് അത് പിന്നെ ആവശ്യക്കാരുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഐറ്റംസ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാ കാലത്തും എല്ലാ ഐറ്റംസും നമുക്ക് പോയിക്കോണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് മാത്രം നമ്മളിവിടെ നമ്മൾ സംവിധാനത്തിൽ സ്റ്റോർ ചെയ്യും, പോകുന്ന ഐറ്റംസ് കയറ്റി വിടുകയും ചെയ്യും. പിന്നെ ചില ഇൻഡസ്ട്രികൾക്ക് ഇപ്പം മഴയാകുമ്പോൾ ചില ഐറ്റംസിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവും, ചിലങ്കിൽ മഴയാകുമ്പോൾ ചിലപ്പോൾ 2 ഐറ്റംസ് കൂട്ടി നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഡസ്ട്രിക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മളിവിടെ മാറ്റങ്ങൾ വരുത്തി അവർക്ക് വേണ്ട മെറ്റീരിയൽസ് നമ്മൾ ഇവിടുന്ന് കയറ്റി കൊടുക്കും. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഗ്രീൻ വേംസിന്റെ കീഴിൽ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര ആൾക്കാരുണ്ടായിരിക്കും എല്ലാ യൂണിറ്റിലും? നമ്മൾ ഏകദേശം ഈ യൂണിറ്റിൽ മാത്രം 50ഓളം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ലേഡീസ് ആണോ? അല്ല, കൂടുതലും 90-95% ലേഡീസ് ആണ്. സ്ത്രീ പ്രാതിനിധ്യം കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശത്തിലാണ്? അങ്ങനെ എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ പിന്നെ കമ്മ്യൂണിറ്റിയിൽ നിയർ ബൈ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ തൊഴിൽ കൊടുക്കുകയാണ്. അപ്പം കൂടുതലും ഇതിലേക്ക് തൽപരരായി വരുന്നത് സ്ത്രീകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർക്ക് പിന്നെ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് മുൻഗണന നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ കറന്റ്ലി കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്, അതുപോലെ ഇവിടെ കൊച്ചിയിലുണ്ട്. അപ്പൊ ഇനി എവിടെയൊക്കെയാ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? അതായത് 14 ഡിസ്ട്രിക്റ്റിലും വേണമെന്നാണ് ആഗ്രഹം. അപ്പൊ ഇനി അടുത്തായി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത് ഇപ്പം തിരുവനന്തപുരം അതുപോലെ പാലക്കാടുമാണ് നമ്മുടെ ലിസ്റ്റിലുള്ളത്. കാസർഗോഡ് യൂണിറ്റ് റീസെന്റ് ഇത് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കണ്ണൂര് നമ്മളൊരു റീസൈക്ലിംഗ് യൂണിറ്റ് ഈ മാസം സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളുടെ തന്നെ? അതെ, നമ്മുടെ യൂണിറ്റ്. അപ്പം നമ്മളിപ്പോൾ ഈ പാൽക്കവർ പോലെയുള്ള LD ഗ്രേഡ് പ്ലാസ്റ്റിക്സ് ആണ് അവിടെ നമ്മൾ റീസൈക്കിൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ഐറ്റംസിൽ നിന്നും ഒരു ഐറ്റംസ് നമുക്ക് അവിടെ പ്രോസസ് ചെയ്യാം. തിരുവനന്തപുരത്ത് ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ, അപ്പൊ അതോട് ചോദിക്കണം. ഇപ്പൊ കറന്റ്ലി നടന്നൊരു പ്രശ്നമായിരുന്നു, ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ ജോയി എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചത്. ആള് മരിക്കുന്നത് ആ തോട്ടില് അത്രയും വേസ്റ്റ് കുന്നുകൂടിയിട്ടായിരുന്നു. വേസ്റ്റ് കാരണം ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയിട്ടാണ് ആള് മരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഗ്രീൻ വേംസ് പോലുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഉണ്ടെങ്കിൽ അത്രയും വേസ്റ്റ് അവിടെ വന്ന് കുമിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് കളക്ട് ചെയ്യാൻ ആൾക്കാരാണ്. ഇപ്പൊ ആ ഒരു സംഭവത്തിൽ ഉണ്ടായിരുന്നു. കോർപ്പറേഷൻ പറയുന്നു റെയിൽവേ സ്റ്റേഷൻ ആണ് ഈ ഒരു വേസ്റ്റ് കളക്ട് ചെയ്യുന്നത് പറയുന്നു, റെയിൽവേ സ്റ്റേഷൻ പറയുന്നു കോർപ്പറേഷൻ ആണ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേരും തമ്മിൽ ഓൾറെഡി ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ വേംസ് പോലൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടെങ്കിൽ അത്രയും ഇഷ്യൂ വരില്ല, നമ്മൾ എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിൽ. അതിനെ കുറിച്ച് എന്താ പറയാ? ഇത് അവിടുത്തെ ഇഷ്യൂ സ്പെസിഫിക്കലി വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിട്ടുള്ള ഒരു അപ്പം പബ്ലിക് എന്നുള്ള രീതിയിൽ നമ്മളൊരു സിറ്റിസൺ എന്നുള്ള നിലയിൽ നമ്മൾ വേസ്റ്റ് വലിച്ചെറിയരുത് ഒരിക്കലും. നമ്മൾ അടുത്തുള്ള വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുക. നമ്മളൊരു പൊതുസ്ഥലത്താണെങ്കിൽ, നമ്മളെ വീട്ടിലാണെങ്കിൽ വേസ്റ്റ് പരമാവധി നമ്മൾ വൃത്തിയാക്കി ചാക്കിൽ സൂക്ഷിച്ച് നമ്മളുടെ ഹരിതകർമ്മസേനക്ക് വേസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഹരിതകർമ്മസേന എടുത്ത വേസ്റ്റ് ഒരിക്കലും ആമയാഞ്ചാൻ പോലെയുള്ള ഒരു തോട്ടിൽ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. കാരണം അവരത് ഉത്തരവാദിത്വത്തോടു കൂടി പ്രോസസ്സ് ചെയ്യുന്ന ഏജൻസികളിൽ നമ്മളെപ്പോലത്തെ ഒരുപാട് കമ്പനികൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിലേക്ക് അത് എത്തിക്കും. പിന്നെ അതിൻ്റെ ഫർദർ പ്രോസസ്സിലേക്ക് അത് പോകും. അപ്പോൾ വലിച്ചെറിയുന്ന വേസ്റ്റ് ആണ് കൂടുതലും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതെ, വേസ്റ്റ് ഒരിക്കലും വലിച്ചെറിയേണ്ട ആവശ്യമില്ല. അതെ, വേസ്റ്റ് എടുക്കുന്ന സോഴ്സസ് ഇപ്പോൾ നമുക്ക് വ്യക്തമായ സോഴ്സസ് കേരളത്തിലുണ്ട്.
അപ്പോൾ അവരിലേക്ക് അത് കൊടുത്താൽ മതി.